കഴിഞ്ഞ വർഷം നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിൽ 30,000 കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചതിന് ശേഷം അതിൽ പകുതിയിലധികവും ധനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റി വെട്ടിക്കുറച്ച ഈ ഗവൺമെൻറ് 32,000 കോടി രൂപയുടെ പുതിയ പദ്ധതി ഇന്ന് ബജറ്റിലൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ 30,000 കോടിയുടെ പകുതിയിലധികം വെട്ടിക്കുറച്ച കാര്യം ജനങ്ങളിൽ നിന്നും നിയമസഭയിൽ നിന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മറച്ചു വച്ചത് ഒരു വഞ്ചനാപരമായ സമീപനമാണെന്ന് CMB കരുതുന്നു. എന്നാൽ ഈ ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യഘട്ടത്തിൽ ധനമന്ത്രി പറഞ്ഞത് കേരളം ഒരു വിമാനത്തെപ്പോലെ ടേക്ക് ഓഫ് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. നമ്മുടെ ധനപരമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വായ്പയുടെ ബാധ്യതകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളം ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഈ വർഷത്തെ ദയനീയമായ അവസ്ഥ പഞ്ചായത്ത് രാജിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും പദ്ധതികൾ എല്ലാം തന്നെ തകിടം മറിച്ച അവസ്ഥ, അത് മറച്ചു പിടിച്ചുകൊണ്ട് അതിനെക്കുറിച്ചൊരു അക്ഷരം പറയാതെ ഒന്നും സംഭവിക്കാത്ത പോലെ 32,500 കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചത് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്നുവെന്ന് മാത്രമല്ല, തിരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തുന്ന വഞ്ചനാപരമായ ഒരു നടപടിയാണ് എന്ന് ആവർത്തിക്കാതിരിക്കാൻ സാധ്യമല്ല. എന്നാൽ ഇതിനകം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഗവൺമെൻറ് ഒരു നിശ്ചലമായ ഗവൺമെൻറ്റാണ്. ക്ഷേമനിധികളുടെ പ്രവർത്തനം നിശ്ചലമായി. അതിനെക്കുറിച്ചൊരു അക്ഷരം ഈ ബജറ്റിൽ പറയുന്നില്ല. സഹകരണ മേഖല വലിയ പ്രതിസന്ധിയിലാണ്. അതിനെക്കുറിച്ച് അറിഞ്ഞ മട്ടുക പോലും കാണിക്കുന്നില്ല. നമ്മുടെ കോളേജുകളിൽ കുട്ടികൾ ചേരാൻ മടിക്കുന്നു. എന്നിട്ട് പറയുന്നു വലിയ മികവിൻ്റെ വൈജ്ഞാനിക മേഖലകളായി കലാലയങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതുപോലെ ഈ ബജറ്റിൻ്റെ അവതരണം ഈ ഗവൺമെൻറ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന പ്രഖ്യാപനവും കൂടിയാണെന്ന് തീർച്ചയായും കരുതാവുന്നതാണ്. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ വഞ്ചനാപരമായ സമീപനത്തിനെതിരെ അണിനിരക്കാൻ കൃഷിക്കാരും ജനങ്ങളും തയ്യാറാകണം. കാർഷിക മേഖലയുടെ പദ്ധതികളും എല്ലാം വെട്ടിക്കുറച്ചു. നെല്ല് വാങ്ങിച്ചവരുടെ പണം പോലും കൊടുക്കാൻ ഈ ബജറ്റിന് ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഓരോന്നായി പറയുന്നില്ല. ഇനിയുള്ള 1.5 വർഷക്കാലം ഇത്തരത്തിൽ കേരളത്തിൻ്റെ വികസനത്തെ തകിടം മറിച്ച ഗവൺമെൻറ്റിനെതിരെ അണിനിരക്കേണ്ട കാലമാണ്. അതിനായി ഒരുങ്ങാനും രംഗത്തിറങ്ങാനും ജനങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.